വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിന്നൊരു പലഹാരം ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റായും വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം അതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു പഴുത്ത ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും ചേർക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ഏലക്ക തൊലി കളഞ്ഞ് അതും കൂടി ചേർത്ത് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ച ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ചേർക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല സ്വാദാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്തിരി കട്ടിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത്തിരി ജാറ് കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ലൂസാക്കി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് അതിൻ്റെ പാകം. ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഈ പലഹാരത്തിന് സ്വാദ്. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാലും മതി. ഇനി അതിലേക്ക് 1 തവി മാവ് ഇതേപോലെ ഒഴിക്കുക. പരത്തണ്ട, ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് പാകമായിട്ടുണ്ടാകും ഒരു വശം. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായോ വൈകിട്ട് ചായക്കൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ 2 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. ഇത് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. പഴവും പഞ്ചസാരയൊക്കെ ചേർത്തേക്കണ കാരണം പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. കുട്ടികൾക്കാണെങ്കിൽ ഇത് വളരെ ഇഷ്ടപ്പെടും. പഴവും തേങ്ങയും ഗോതമ്പ് പൊടിയൊക്കെ നല്ല സ്വാദല്ലേ. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന പലഹാരമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്.